ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ന്യൂഡ് ലിപ്സ്റ്റിക്സിൻ്റെ ഹോൾ വീഡിയോ ആണ്. നമുക്ക് ഡെയിലി വെയർ യൂസ് ചെയ്യാം. പിന്നെ നല്ല ന്യൂഡ് ഷെയ്ഡ്സ് ആണ്. ഒരുപാട് പേര് ഞാൻ വീഡിയോസിൽ ഇങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഏത് ഷെയ്ഡാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ കണ്ടുനോക്കാം. ഫസ്റ്റ് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്ക് ഉണ്ടല്ലോ, ഇതെന്നിട്ടുണ്ടെങ്കിൽ ലാക്മേയുടെ ആണ്. ലാക്മേ ഫോർ എവർ മാറ്റ് ലിക്വിഡ് ലിപ് കളറാണ് കേട്ടോ. ഇതൊരു 180 റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചത്. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ ഓഫർ ടൈമിലാണ് കേട്ടോ വാങ്ങിച്ചത്. ഇപ്പോൾ ആമസോണിൽ ഈ ഒരു ഫെബ്രുവരി 16 തൊട്ട് 20 വരെ ഓഫ് ഉണ്ട്. ഒരു എന്താ പറയുക, മെഗാ ഫാഷൻ ഡേ സെയിൽ നടക്കുന്നതുകൊണ്ട് ഒരുപാട് അപ് ടു 70% വരെ ഓഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓഫർ പ്രൈസിൽ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാം. ബ്യൂട്ടി ഫാഷൻ ഐറ്റംസിലെല്ലാം വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ്. അഫോർഡബിൾ പ്രൈസാണ്. നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. അത്യാവശ്യം എല്ലാ സ്കിൻ ടോണുകാർക്കും നന്നായിട്ട് ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. കണ്ടില്ലേ? ഇതെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓയിലി ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ മാത്രമേ ഫെയ്ഡ് ആവുള്ളൂ, അല്ലാണ്ട് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. ഇതിൻ്റെ ഷെയ്ഡ് ഓൾറെഡി ഒന്നും കൂടി പറയാം. ഷെയ്ഡ് നമ്പർ 19 കേട്ടോ. 19 ന്യൂഡ് ട്വിസ്റ്റ് എന്നാണ് ഷെയ്ഡിൻ്റെ പേര്. നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഐറ്റം. കാരണം അഫോർഡബിൾ പ്രൈസിൽ, അതായത് ഒരു അണ്ടർ 200 റുപ്പീസിൽ ഇതാണ് ഏറ്റവും നല്ലത്. ചില സമയത്തിന് പ്രൈസ് കൂടും. ഓഫർ ടൈമിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. അടുത്ത നോക്കാം. അടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതും ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. പേരെന്നിട്ടുണ്ടെങ്കിൽ മെയ്ബിലിൻ്റെ ന്യൂഡ് ന്യൂവൻസ് എന്നുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ 657 ആണ്. മെയ്ബിലിൻ്റെ ആയതുകൊണ്ട് ഈ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് നല്ല സോഫ്റ്റ് ക്രീമിയാണ്. നമുക്ക് ഡെയിലി വെയർ യൂസ് ചെയ്യാം. നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെന്നേ തോന്നില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ചുണ്ടിൻ്റെ അതേ കളർ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടാ. പിന്നെ ഇതിൻ്റെ വേറൊരു കാരണം ഉണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടിൽ പിഗ്മെൻറ്റേഷൻ ഇപ്പോൾ എൻ്റെ ചുണ്ടിൽ ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഓൾറെഡി കഴിഞ്ഞ ആഴ്ചയൊക്കെ പനിയൊക്കെ ആയിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് മെഡിസിനൊക്കെ കഴിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവില്ലേ ചുണ്ടിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ കരിവാളിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ അത് ചെറുതായിട്ട് നമ്മൾ ലൈറ്റായിട്ടാണ് അടിക്കണമെങ്കിൽ അത് എടുത്തെറിയും. പക്ഷെ നല്ല കട്ടിയായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പിഗ്മെൻറ്റേഷൻ അറിയില്ല. അത് നല്ലൊരു കാര്യം. കാരണം ഭൂരിപക്ഷം നമ്മളെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കൊക്കെ പിഗ്മെൻറ്റേഷൻ എടുത്തറിയും നമ്മുടെ ചുണ്ടിൻ്റെ. അപ്പോൾ ഇത് ഇത്തിരി നല്ലതാണ്. നല്ല ക്രീമിയുമാണ്, അപ്ലൈ ചെയ്യാനും സുഖമാണ്. പിന്നെ നമ്മളിത് ലോങ് ലാസ്റ്റ് ചെയ്യാണ്ട് ഞാൻ ചെയ്യണ കാര്യം ഇത്തിരി കോമ്പാക്ട് പൗഡറൊക്കെ ഒന്ന് ജസ്റ്റ് ടച്ചപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പോയി പോകും. നമ്മളെന്തെങ്കിലും വെള്ളം കുടിച്ചാലും ഫുഡ് കഴിച്ചാലൊക്കെ പെട്ടെന്ന് പോയി പോകും. അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതില്ലേ മേക്കപ്പ് ഫിക്സ് ചെയ്യുന്നത്, എന്താ പറയുക, മേക്കപ്പ് ഫിക്സർ, ഒരു സ്പ്രേ കിട്ടില്ലേ, അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് സ്പോഞ്ചിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ചുണ്ടിൽ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെ ട്രിക്കൊക്കെയാണ് യൂസ് ചെയ്യണത് ലിപ്സ്റ്റിക്ക് നന്നായിട്ട് എന്താ പറയുക ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വേഗം തുടച്ചെടുക്കാം. ഭയങ്കര എന്താ പറയുക ക്രീമി ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തുടച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ അത്. ഇനി അടുത്തത് നോക്കാം കേട്ടോ. അടുത്തത് ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സോഫ്റ്റ് ക്രീമിയാണ്. നമ്മുടെ ചുണ്ടിലിട്ടിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക ബട്ടറി ക്രീമി എന്നൊക്കെ പറയില്ല, എന്നാൽ പോലെ നന്നായിട്ട് ക്രീമി രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതെന്നുണ്ടെങ്കിൽ മൈഗ്ലാമിൻ്റെ ആണ് കേട്ടോ. ഇതിന് ഇത്തിരി പ്രൈസ് ഉണ്ട്, പക്ഷെ നല്ല സംഭവം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. മനീഷ് മൽഹോത്രയുടെ ആണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ലൊരു ഹൈ റിച്ച് ലുക്കാണ്, അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഷെയ്ഡ് വൈൽഡ് റോസ് എന്നാട്ടോ അതിൻ്റെ ഒരു ഷെയ്ഡിൻ്റെ പേര്. വൈൽഡ് റോസ് ആ പേര് പോലെ തന്നെയാണ്. ഒരു റോസാപ്പൂവിൻ്റെ പോലെ നമ്മൾ ചുണ്ടിലിട്ടുണ്ടെങ്കിൽ റോസാപ്പൂവിൻ്റെ എതള് പോലെ അങ്ങനത്തെ ഒരു വെൽവെറ്റ് നല്ല ക്രീമി നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഒരു പേര് എനിക്ക് തോന്നുന്നത് ഹൈ ഷൈൻ ലിപ്സ്റ്റിക്ക് എന്ന് കൂടിയാണെന്ന് തോന്നുന്നത് കേട്ടോ. കറക്റ്റ് എനിക്ക് അറിയില്ല. ഞാൻ ലിങ്ക്സ് എല്ലാം കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നല്ലൊരു ഷൈനിങ് ആണ്. ചുണ്ടിലിടുമ്പോൾ ഭയങ്കര സ്മൂത്തും സോഫ്റ്റും ആണ്, അതേപോലെ ഒരു ഷൈനും ഉണ്ടാവും. ഇതിൽ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ആയതുകൊണ്ട് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ പിഗ്മെൻറ്റേഷൻ നമ്മുടെ ചുണ്ടിലെ പിഗ്മെൻറ്റേഷൻ എടുത്തറിയും കേട്ടോ. അപ്പോൾ ഇതിലും കണ്ടില്ലേ, എനിക്ക് ഓൾറെഡി ചുണ്ടിൻ്റെ സൈഡിലൊക്കെ ഒരു പൊള്ളിയതുപോലെയൊക്കെ ഉണ്ട് ചുണ്ടിൽ. അത് മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം വന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം ഇതിൽ എടുത്തറിയുന്നുണ്ട്. പക്ഷെ ഇത്തിരി നല്ല കട്ടിയിലടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അത്ര അറിയില്ല. പക്ഷെ ഭയങ്കര ഒരു എന്താ പറയുക പിങ്ക് കൂടുതൽ ഷെയ്ഡ് കൂടുതലായിട്ട് വരും കേട്ടോ. ഞാനൊന്ന് അടിച്ച് നോക്കിയതാണ് ആ പിഗ്മെൻറ്റേഷൻ അറിയോ നന്നായിട്ട് അടിച്ചാലെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഇട്ട് നോക്കിയതാണ്. പക്ഷെ എന്നാലും പിഗ്മെൻറ്റേഷൻ അറിയുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, നല്ല സ്മൂത്താണ്. നല്ല സ്മൂത്തും ബട്ടറി ഫീൽ ചെയ്യും. നമുക്ക് ചുണ്ടിലിട്ടുണ്ടെങ്കിലേ ഭയങ്കര ഹൈഡ്രേറ്റിങ്ങും ഭയങ്കര ഒരു ക്രീം എടുത്ത് ചുണ്ടിലിട്ടാൽ പോലെ തോന്നും. അത്രയ്ക്ക് നല്ല സ്മൂത്തും നന്നായിട്ടാണ് ക്രീമി രീതിയിലാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് കേട്ടോ.
ഇതൊരു അണ്ടർ 500 റുപ്പീസിലാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്രൈസ് വരുന്നത്. ഇങ്ങനെ കയറിയും കുറഞ്ഞിരിക്കും. ഓഫർ ടൈമിൽ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ പ്രൈസിൽ വാങ്ങിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ലിപ്സ്റ്റിക്ക്. ഇതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര കട്ടിലൊന്നും എടുത്തടിക്കാറില്ല. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഒന്ന് ഡാബ് ചെയ്ത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് നമുക്ക് നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഇങ്ങനത്തെ ലിപ്സ്റ്റിക്കൊക്കെ അടിക്കണത്. നല്ലൊരു സോഫ്റ്റും ആയിരിക്കും, അതെല്ലാം റിമൂവ് ചെയ്യാനും സുഖമാണ്. ഒട്ടും ചുണ്ടിനെ ഭയങ്കര ഡ്രൈ ആക്കി തൊലിയൊക്കെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞു പോകുന്ന രീതിയിലൊന്നും ആവില്ല കേട്ടോ. പിന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ലിപ്സ്റ്റിക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കാം. ഇത് ബ്ലൂ ഹെവൻ്റെ പൗഡർ മാറ്റ് ലിപ്സ്റ്റിക്കാണ്, ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹ മാഡ്നസ് എന്നാണ് കേട്ടോ. മോക്ക മാഡ്നസ് ആണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര്. B02 ഷെയ്ഡ് നമ്പർ. ഇതും നല്ല ന്യൂഡ് ഷെയ്ഡാണ്. പക്ഷേ ഇതിലെന്താണ് ഒരു പോരായ്മ എന്നുണ്ടെങ്കിൽ ഇത് അഫോർഡബിൾ ആണ്, നമുക്കൊരു അണ്ടർ 200 റുപ്പീസിന് വാങ്ങിക്കാം. ഞാൻ കോംബോ ആയിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു 12 ഷെയ്ഡൊക്കെ ആയിട്ട് ഒരുമിച്ചാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ വേറെ വെറൈറ്റി കളേഴ്സ് കിട്ടും. നല്ല ഇതാണ്, അഫോർഡബിൾ ആയിട്ട് തോന്നി കേട്ടോ. അങ്ങനെ വാങ്ങിച്ചതിൻ്റെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ മെയ്ബിലിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മൈഗ്ലാമിൻ്റെ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ ഭയങ്കര ബട്ടറി സ്മൂത്ത് അല്ലെങ്കിൽ നല്ല ക്രീമി രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് പൗഡർ ഫോർമാറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. കണ്ടില്ലേ, പൗഡർ മാറ്റ് ലിപ്സ്റ്റിക്ക് ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ ഭയങ്കര ഒരു തിക്നെസ്സാണ്. നമ്മൾ ഇത്തിരി പ്രയാസപ്പെട്ട് അപ്ലൈ ചെയ്യണം എന്നാണെങ്കിൽ പറയാം. അത് ഇത്തിരി പുഷ് ചെയ്ത് അപ്ലൈ ചെയ്യണം നന്നായിട്ട്. അത്ര നല്ല ക്രീമി ടെക്സ്ചറല്ല നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. പക്ഷേ അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. നല്ല കളേഴ്സാണ്. അഫോർഡബിൾ പ്രൈസിന് കോംബോ ആയിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമായിട്ട് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു ഷെയ്ഡ് മോക്ക മാഡ്നസ് കേട്ടോ. മോക്ക മാഡ്നസ് എന്നാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡിൻ്റെ പേര്, ബ്ലൂ ഹെവൻ്റെ. ഇത് നല്ലതാണ് കേട്ടോ. ഇത് നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. നമ്മൾ ചുണ്ടിൽ ഇട്ടിട്ടുണ്ട് എന്ന് തോന്നില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. കണ്ടില്ലേ, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ നേരത്ത് എന്താ പറയുക മേക്കപ്പ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ലെൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ണിൽ. ഐബ്രോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ ഒരു സംഭവം ഫേസിൽ ചെയ്തിട്ടില്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ. അപ്പോൾ ആ ഒരു ലിപ്സ്റ്റിക്ക് ഇടണതിൻ്റെ ചേഞ്ചസ് ഫേസിൽ നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അടുത്ത് നോക്കാം. ഞാൻ ആ ലിപ്സ്റ്റിക്കൊക്കെ തുടച്ചിട്ട് ആ ലിപ്സ്റ്റിക്ക് തുടക്കാൻ ഈസിയാണ്. പിന്നെ അടുത്തത് പ്ലമ്മിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്, മാറ്റേ ഇൻ ഹെവൻ ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. ഇത് ഭയങ്കര എന്താ പറയുക, ഇത് അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും പോവില്ല. ഇത് തുടക്കാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഇതൊക്കെ ഇട്ടിട്ട് റിമൂവറൊക്കെ ഇട്ട് തുടച്ചെടുക്കേണ്ടി വരും. അത്രയ്ക്ക് ഭയങ്കര ഒരു ട്രാൻസ്ഫർ പ്രൂഫായിട്ടുള്ള ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിന്നമൺ പോപ്പ് എന്നുള്ള ഷെയ്ഡാണ്. ഷെയ്ഡ് നമ്പർ 123 ആണ് കേട്ടോ ഷെയ്ഡ് നമ്പർ. ഇത് നമ്മുടെ നയൻതാരയുടെയൊക്കെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വേണമെന്ന് പറയാം. ഒരു ഓറഞ്ചും ബ്രൗണും കൂടി ചേർന്നതാണ്. പക്ഷേ ഓറഞ്ചാണ് കുറച്ച് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ. സിന്നമൺ പോപ്പ് പ്ലമ്മിൻ്റെ മാറ്റേ ഇൻ ഹെവൻ ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. ഷെയ്ഡ് നെയിം സിന്നമൺ പോപ്പ്. ഷെയ്ഡ് നമ്പർ 123 കേട്ടോ. ഇതാണ് ആ ഷെയ്ഡ്. അപ്പോൾ ഓറഞ്ച് കളർ, അതായത് നയൻതാരയുടെ ഒക്കെ ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ഷെയ്ഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഷെയ്ഡ് എടുക്കാം. പക്ഷേ ഭയങ്കര ചുണ്ട് ഡ്രൈയിങ് ആണ് കേട്ടോ, നല്ല ഡ്രൈയിങ് ആണ്. അതേപോലെ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും പ്രത്യേക ഫംഗ്ഷൻ ഉണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ ടച്ചപ്പ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന സമയത്തൊക്കെ അത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്. ലിപ്സ്റ്റിക്കല്ല, ലിപ് ക്രീമാണ്. മിസ് ക്ലെയറിൻ്റെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ 10 ആണ് കേട്ടോ. ഇതൊരു റെഡും ബ്രൗണും കൂടി ചേർന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നല്ലതാണ്. ഇത് ജസ്റ്റ് ക്രീം രൂപത്തിൽ ഞാൻ ജസ്റ്റ് ഇതേപോലെ ഇത്തിരി അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്യണത്. നമുക്ക് നാച്ചുറൽ ഫിനിഷ് ആയിരിക്കും, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. പകരം നമുക്ക് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ട് നല്ലൊരു നിറത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് നല്ല ഹെവി ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതാണ് കേട്ടോ നെക്സ്റ്റ്. ഇത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. മിസ് ക്ലെയറിൻ്റെ 42, 58 ആ ഷെയ്ഡ്സൊക്കെ നല്ലതാണ്. പക്ഷേ ഞാൻ ഭൂരിപക്ഷം വീഡിയോസിലും 58ഉം ഷെയ്ഡ് നമ്പർ 42ഉം കാണിച്ച് ഞാൻ വെറൈറ്റി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇത് കാണിക്കണം. ഇതും നല്ലതാണ് കേട്ടോ. നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമില്ല. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ കൊടുത്താൽ മതി. പക്ഷേ ഇതിലും ഞാൻ ലൈറ്റായിട്ട് അടിച്ചുകൊണ്ട് അതിൻ്റെ ചുണ്ടിലെ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് എടുത്തറിയും. നമ്മൾ ഇത്തിരി ഡാർക്കായിട്ട് കൊടുത്താലും ലിപ് ക്രീം ആയതുകൊണ്ട് പിഗ്മെൻറ്റേഷനൊക്കെ നമുക്ക് എടുത്തറിയും. അപ്പോൾ അങ്ങനെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ അറിയരുതെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ പ്രൂഫായിട്ടുള്ള മാറ്റേ ആയിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുക കേട്ടോ. ഞാൻ നേരത്തെ നമ്മുടെ ഇത് പറഞ്ഞില്ലേ പ്ലമ്മിൻ്റെ സിന്നമൺ പോപ്പ് അങ്ങനത്തെ ഷെയ്ഡൊക്കെ അങ്ങനത്തെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചുണ്ടിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അറിയില്ല. ഇങ്ങനത്തെ ക്രീംസ് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ എടുത്തറിയും. എനിക്കിങ്ങനെ ഹെവി ആയിട്ട് ഇടാൻ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ലൈറ്റായിട്ടാണ് ഡെയിലി യൂസ് ചെയ്യണം. കണ്ടില്ലേ, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തിട്ടാ. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ലിപ്സ്റ്റിക്കുകൾ. അപ്പോൾ വേണ്ടവരൊക്കെ ലിങ്ക് നോക്കിയിട്ട് ബൈ ചെയ്യാം.
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോവും ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.